ഹായ് ഫ്രണ്ട്സ്, ഞാൻ സലി ജോസഫ് ഫ്രം RTO. ഇതിനകത്ത് രണ്ട് ടൈപ്പിലുള്ള വിൻഡോ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഫസ്റ്റ് കാണുന്ന വിൻഡോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റിവേറ്റ് ഫാമിലിയിൽ ഡിഫോൾട്ടായിട്ടുള്ള ഒരു വിൻഡോ ആണ്. ഇത് ഞാൻ ക്രിയേറ്റ് ചെയ്ത ഒരു വിൻഡോ ആണ്. ഇതിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രെയിം ഉണ്ട്, ഗ്ലാസ് ഉണ്ട്, അതുപോലെ തന്നെ ഇതിനകത്ത് മെറ്റൽ ഫ്രെയിം, ഫ്ലാറ്റ് ഉണ്ട്, റാഡുണ്ട്, സ്റ്റീൽ റാഡുണ്ട്, അതൊക്കെ ഉണ്ട്. ഇതിനകത്ത് സിംഗിളായിട്ടുള്ള ഒരു ഫ്രെയിം മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ നമുക്ക് 2D വയർ ഫ്രെയിം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് വെറുതെ 3 ലൈൻസ് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മൊത്തം നമുക്ക് ഇതിനകത്ത് ഷോ ചെയ്തിരിക്കുകയാണ്, ഡിസ്പ്ലേ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ശരിക്കും വേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2D പ്രൊജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും വേണ്ടത് ഈ രീതിയിലുള്ളൊരു ഡ്രോയിങ് ആണ്. ഇതിനകത്ത് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക്. അപ്പോൾ ഈ രീതിയിൽ എങ്ങനെയാണ് ഇതിനെ രൂപപ്പെടുത്തുന്നത് നമുക്ക് ഈ ലെസണിലൂടെ ഒന്ന് പഠിക്കാം. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ അമർത്തുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, ഇനി ഇപ്പോൾ നമ്മൾ ഇതിനെ എഡിറ്റ് ചെയ്യാമാണ്. അതായത് നമ്മൾ ഇതിനെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എഡിറ്റ് ഫാമിലിയിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എഡിറ്റ് ഫാമിലിയിൽ നമ്മൾ വന്നു. ഇതിനെ നമുക്ക് ഇന്ന് വേണമെങ്കിൽ റിയാലിറ്റീസ് വ്യൂവിൽ നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ വാൾ സെലക്ട് ചെയ്യുക. വാൾ സെലക്ട് ചെയ്ത് നമുക്ക് ഇതിനെ ഒന്ന് ഹൈഡ് ചെയ്യാം. ഹൈഡ് എലിമെൻറ്റ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് അതിൻ്റെ വാള് ഡിസപ്പിയർ ആയിട്ട് നമുക്ക് ഇതിൻ്റെ ലെഫ്റ്റ് വ്യൂവിൽ നോക്കാം. എന്നിട്ട് നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വാളിനെ മാത്രം നമുക്കൊന്ന് ഈ വിൻഡോ നമ്മൾ മൊത്തത്തിൽ സെലക്ട് ചെയ്യാണ്. സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്ത് വിസിബിലിറ്റി ആൻഡ് ഗ്രാഫിക്സ് എന്നുള്ള ഇതിനകത്ത് എഡിറ്റ് ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് കുറച്ച് നമുക്ക് ഓപ്ഷൻസ് വരും. ഇത് പ്ലാൻ വ്യൂവിൽ നമുക്ക് കാണുന്നത് കണ്ട വ്യൂ സ്പെസിഫിക് ഡിസ്പ്ലേ ആണ് കാണിക്കുന്നത്. നമുക്ക് ഇതിനൊക്കെ ഈ പ്ലാനിൽ നമുക്ക് ഇതിന് ഡിസ്പ്ലേ ആവും. ഇത് ടിക്ക് ചെയ്തുകൊണ്ട്, അതുപോലെ ഇത് ഫ്രണ്ട് ആൻഡ് ബാക്കിലും ടിക്ക് ചെയ്തുകൊണ്ട് ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. വെൻ കട്ട് ഇൻ പ്ലെയിൻ, നമുക്ക് കട്ട് ഇൻ പ്ലെയിനിലാണ് 2D ഫ്രെയിമിൽ നമ്മൾ 2D പ്രൊജക്റ്റിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് അൺചെക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് അൺചെക്ക് ചെയ്തു, നമ്മൾ ഓക്കെ അടിച്ചു. ഇനി നമ്മൾ റെഫറൻസ് പ്ലെയിനിൽ വരാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ റെഫറൻസ് പ്ലെയിനിൽ വന്നതിന് ശേഷം നമുക്ക് ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. എന്താ ക്രിയേറ്റ് ചെയ്യണം? നമുക്ക് ലൈൻസ് മാത്രമാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. മോഡൽ ലൈനിൽ നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ലൈൻസ് മാത്രം നമുക്ക് വരയ്ക്കാം. ഇപ്പോൾ നമുക്ക് ഈ ലൈൻ നമ്മളിങ്ങനെ വരയ്ക്കാം. ഇത് നമുക്ക് അടിവരെ കൊണ്ടുപോകാം. ഓക്കെ, അതുപോലെ നമ്മൾ ഇവിടെയും ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഈ വരയ്ക്കുന്ന ലൈൻ മാത്രമേ നമുക്ക് അതിനകത്ത് ഡിസ്പ്ലേ ആവുള്ളൂ. നമുക്ക് ഈ റെക്റ്റാങ്കിൾ നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. അതിന് നമ്മൾ റെക്റ്റാങ്കിൾ ക്ലിക്ക് ചെയ്യുക. ഈ റെക്റ്റാങ്കിൾ നമ്മളിവിടെ വരച്ചു. അതുപോലെ ഈ റെക്റ്റാങ്കിളും നമ്മൾ വരയ്ക്കുകയാണ്. ഈ റെക്റ്റാങ്കിൾ നമ്മൾ വരച്ചു. ഈ റെക്റ്റാങ്കിളും നമ്മൾ വരയ്ക്കുകയാണ്.
ഇനി ചെറിയ ഈ സെൻറ്ററിലുള്ള ഗ്ലാസിൻ്റെ ഒരു ലൈൻ ഉണ്ട്, അത് നമ്മൾ അതുപോലെ തന്നെ വരയ്ക്കാണ്. റെക്റ്റാങ്കിൾ തന്നെ എടുത്തിട്ട് നമ്മൾ ഇത് വരച്ചു. അതുതന്നെ ഈ ഗ്ലാസും നമ്മൾ ഇപ്പോൾ നമ്മൾ ആവശ്യമുള്ള ലൈൻസ് എല്ലാം നമ്മൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ ഒരു പോർഷൻ, അതായത് ഇത്, പിന്നെ ഇത് ഈ ഒരു പോർഷൻ, ഇതാണ് നമുക്ക് 2D പ്രൊജക്റ്റിൽ നമുക്ക് കിട്ടുന്നത്. നമുക്ക് ലോഡ് ഇൻ ടു പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യാം. നമ്മൾ ആ വരച്ചിരിക്കുന്ന ആ രീതിയിലാണ് ഇതിൻ്റെ വിൻഡോ നമുക്ക് വന്നിരിക്കുന്നത്. നേരത്തെ വന്നിരിക്കുന്ന വിൻഡോ അല്ലല്ല ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനെന്താ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ വിഡ്ത്ത് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിഡ്ത്ത് എത്രയെന്ന് നോക്കാം. അനോട്ടേഷനിൽ പോയിട്ട് നമുക്ക് ഇതിൻ്റെ വിഡ്ത്ത് ഒന്ന് ചെക്ക് ചെയ്യാം. ഇതിൻ്റെ ടോട്ടൽ വിഡ്ത്ത് എന്ന് പറയുന്നത് 1000 ആണ്, അതായത് 1 മീറ്ററാണ്. നമുക്കിതിന് വിഡ്ത്ത് ചേഞ്ച് ചെയ്യുമ്പോൾ അതിനൊപ്പം തന്നെ ഇത് മാറുന്നുണ്ടോയെന്ന് കൂടി നമുക്ക് നോക്കാം. വിൻഡോ സെലക്ട് ചെയ്യാം, അതിനുശേഷം എഡിറ്റ് ടൈപ്പ് ക്ലിക്ക് ചെയ്യുക. ഇത് നമുക്ക് 1200 കൊടുത്ത് നോക്കാം. ഇതിൻ്റെ വിഡ്ത്താണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്, 1200 അപ്ലൈ ചെയ്യുക. ഒക്കെ അടിക്കുക, ഇത് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇതിന് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ ഫ്രെയിമും എല്ലാം വിഡ്ത്തും ഒക്കെ ആയിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കൊരു 2D പ്രൊജക്റ്റിൽ നമുക്ക് വിൻഡോസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഏത് ഇതായാലും നമുക്കിപ്പോൾ ഡോറ് വരയ്ക്കുമ്പോഴും ഇതുപോലൊക്കെ തന്നെയാണ്. ഡോർ ചിലപ്പോൾ നമ്മൾ പ്രൊജക്റ്റിൽ നമ്മൾ ചിലപ്പോൾ വരയ്ക്കുന്ന സമയത്ത് നമ്മളൊരു 40 ഡിഗ്രി ആംഗിളിൽ നമ്മൾ ഡോർ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, ചിലപ്പോൾ അല്ലെങ്കിൽ ക്ലോസ് ആയിട്ടായിരിക്കും. പക്ഷേ നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ലൈൻസ് മാത്രമുള്ള ഒരു ഡ്രോയിങ് ആയിരിക്കും നമുക്ക് 2D പ്രൊജക്റ്റിൽ നമുക്ക് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡ്രോയിങ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.